ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷൻ അവറുകളെ, ബഹുമാന്യരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, അനുഗ്രഹീതമായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദരണീയരായ പ്രവർത്തകരെ, ജ്യേഷ്ഠാന്തന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് മേഖല SKSSFൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം ആദരണീയനായ ഒളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അദ്ദേഹത്തെ പോലെ നല്ല പാണ്ഡിത്യമുള്ള, സൂക്ഷ്മതാബോധമുള്ള 40 പണ്ഡിതന്മാരുടെ ഒരു ബോഡിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കഴിഞ്ഞ 99 വർഷക്കാലം കേരളീയ മുസ്ലിം ഉമ്മത്തിന് വഴിതെറ്റാതെ ദിശ കാണിച്ചു കൊടുത്ത മഹത്തായ ആധികാരിക മതപണ്ഡിതയാണ് സമസ്ത. ആ സമസ്തയുടെ പ്രബലമായ വിദ്യാർത്ഥി യുവജന ഘടകമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അവർ ആദർശ ക്യാമ്പയിൻ നടത്തി സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ആദർശ ക്യാമ്പയിനിൻ്റെ പ്രത്യേകത? ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇത് മുസ്ലിം ഉമ്മത്ത് ഐക്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ
അവർക്കിടയിൽ ഭിന്നിപ്പും ശൈഥില്യവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നടത്തുന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സവിനയം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, അതാണ് ഇസ്ലാം. ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ നിയമസംഹിതയാണ്. ഇസ്ലാമിക ശരീഅത്ത് എന്നാൽ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. പള്ളിയുടെ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയതാണ്. മദ്രസയുടെ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയതാണ്. SKSSFിൻ്റെ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണകൂടം ഉണ്ടാക്കിയതാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിക നിയമങ്ങളുടെ ചട്ടക്കൂട്, അതിൻ്റെ വിശദാംശങ്ങളിൽ ഒരു മനുഷ്യനും പങ്കില്ല. അള്ളാഹുവിൻ്റെ ഹബീബായ തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും പങ്കില്ല. ശരീഅത്ത് എന്നാൽ, ഇസ്ലാം എന്നാൽ മാ ശറഅഹുല്ലാഹു ലിഇബാദിഹി മുനൽ അഹ്കാമി വസുനൻ. അള്ളാഹു തൻ്റെ അടിയാറുകൾക്ക് വേണ്ടി നിശ്ചയിച്ച് നിർണയിച്ച് തന്ന ചട്ടക്കൂടുകളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെയാണ് അള്ളാഹുവാണ് നിശ്ചയിച്ചു തന്നത്. അതിൻ്റെ മൂലപ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഇതിൽ മുസ്ലിങ്ങൾക്ക് ആർക്കും തർക്കമില്ല. വിശുദ്ധ ഖുർആൻ നമ്മുടെ കൺമുമ്പിലുണ്ട്. രണ്ടാമത്തെ പ്രമാണം, അടിസ്ഥാന രേഖ തിരുസുന്നത്താണ്. തിരുസുന്നത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും ഉൾക്കൊള്ളുന്ന നബിചര്യ എന്ന ഒറ്റ വാക്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രവാചക ജീവിത മാതൃകകൾ. അത് ഹദീസിൻ്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇസ്ലാമിൻ്റെ മൂലപ്രമാണങ്ങൾ. ഈ രണ്ട് മൂലപ്രമാണങ്ങളും നമ്മുടെ കൈകളിൽ നേരിട്ട് നബി തങ്ങൾ ഏൽപ്പിച്ച് തന്നതല്ല. വളരെ വ്യക്തമായി പറഞ്ഞാൽ പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിച്ചത് 40 വയസ്സായപ്പോഴാണ്. 63 വയസ്സ് വരെയാണ് ജീവിച്ചത്. ഈ 23 വർഷക്കാലമാണ് നബിയായി ജീവിച്ചത്. ആ 23 വർഷക്കാലം ഘട്ടം ഘട്ടമായി വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ സാന്ദർഭികമായി അവതരിച്ചു കൊണ്ടിരുന്നു. ഓരോ പശ്ചാത്തലത്തിൽ, ഓരോ സന്ദർഭത്തിൽ, ഓരോ വിഷയങ്ങളുടെ ആൻസറായി, ഓരോ ഇഷ്യൂവിൽ തീരുമാനമെടുക്കുന്ന വിധം. ഇതുപോലെ നബി വചനങ്ങളും നബിതങ്ങളും ഒന്നിച്ച് പറഞ്ഞു തീർത്തതല്ല. സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസരിച്ച്, സന്ദർഭങ്ങൾക്കനുസരിച്ച് നബിതങ്ങൾ നൽകിയ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ഓരോ സാഹചര്യത്തിനും നബിതങ്ങൾ പറഞ്ഞ വാചകങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സമാഹാരമാണ് സുന്നത്ത്. ഇത് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും ഈ സന്ദർഭങ്ങൾക്കനുസൃതമായി 1/4 നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സൂക്തങ്ങളും നബിതങ്ങൾ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ ചെയ്തു കാണിച്ച വചനങ്ങളും ക്രോഡീകരിക്കപ്പെട്ടതായതുകൊണ്ട് അതിനൊക്കെ സന്ദർഭങ്ങളും സ്ഥലകാല സാഹചര്യങ്ങളും ഉണ്ടാകും. സ്വാഭാവികമായും അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇതിന് ദൃക്സാക്ഷികളായ ആളുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അതിന് ദൃക്സാക്ഷികളായ ആളുകളെ നമ്മൾ അവലംബിക്കേണ്ടി വരും. വേറൊരു മാർഗമല്ല. വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ദൃക്സാക്ഷികളുണ്ട്. ഈ 23 വർഷക്കാലം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത്, തങ്ങൾ പ്രവർത്തിക്കുന്നത്, തങ്ങളുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മമായി നിരീക്ഷിച്ച സത്യസന്ധരും മാതൃകായോഗ്യരുമായ 1,00,000-ൽ പരം വരുന്ന അനുകരണീയരായ, ആദരണീയരായ തൻ്റെ അനുചരന്മാർ, സഹാബ കിറാം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, അല്ലാഹുവിൻ്റെ സംതൃപ്തിയ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ. അവർ ദൃക്സാക്ഷികളാണ്. അവർക്കറിയാം എന്തിനാണ് ഈ ഖുർആൻ സൂക്തം അവതരിച്ചത്, ഏത് പശ്ചാത്തലത്തിലാണ് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സൂക്തങ്ങളുമായി കടന്നു വന്നത്, എന്താണ് അതിൻ്റെ സാഹചര്യത്തിലുള്ള അർത്ഥം, അതിൻ്റെ വ്യാഖ്യാനം അവർക്കറിയാം. നബി തങ്ങൾ ഓരോ ഹദീസും പറയുമ്പോൾ അതിൻ്റെ സാഹചര്യം അറിയാം. ആ സാഹചര്യത്തിൽ നിന്ന് അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടുണ്ട്. കൃത്യമായ ഇതിൻ്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും അവർക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സമാപിക്കുന്ന ഘട്ടത്തിൽ, ഖുർആനും ഹദീസും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തങ്ങൾ പറഞ്ഞൊരു വാചകം ശ്രദ്ധേയമാണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. എൻ്റെ സ്വഹാബത്തെ, എൻ്റെ ആദരണീയരായ അനുചരന്മാരെ, തറക്തു ഫീക്കും, നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾ എന്നാൽ അഭിസംബോധനായ സ്വഹാബത്ത്, നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു അംറൈൻ, 2 കാര്യങ്ങൾ, ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ,
അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. കിതാബുള്ള ഒന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനാണ്, വസുന്നത്തു റസൂലിഹി രണ്ട് റസൂലുള്ളാഹിൻ്റെ ഹദീസാണ്. ഇവിടെ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാര്യത്തോളം പ്രശ്നമേ ഇല്ല എന്ന്. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ പറയാറുള്ളത്, ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് ഞാൻ ഇട്ടു തന്നു, നിങ്ങൾ ഉപേക്ഷിച്ചു, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി, ഒരു സഹാബികളെ വാക്കും സ്വീകരിക്കേണ്ട, ഒരു ഇമാമിങ്ങളെയും ഹോജാക്കന്മാരെ കിതാബുകളും അവലംബിക്കേണ്ട, ആ പാള കിതാബുകളൊക്കെ തോട്ട് കിട്ടളയും, ഖുർആനും ഹദീസും നമ്മുടെ കൺമുമ്പിലുണ്ട്, അത് സ്വീകരിച്ചാൽ മതി എന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥമെന്ന്. അറബി ഭാഷ അറിയുന്ന ആളുകളാണ് ഇന്ന് ധാരാളം ആളുകൾ. തറക്തു ഫീക്കും എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഖുർആനും സുന്നത്തൂടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അറബിയിൽ പറയേണ്ടത് തറക്തു ലക്കും അംറൈൻ ലൻ തദ്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലി. നിങ്ങൾക്ക് വേണ്ടി തറക്തു ലക്കും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഒഴിവാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം പ്രശ്നമില്ല എന്നല്ലേ തങ്ങൾ പറയേണ്ടത്? മറിച്ച് തങ്ങൾ പറഞ്ഞ വാചകം എന്താണ്? തറക്തു ഫീക്കും, എൻ്റെ സ്വഹാബത്തെ നിങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ എല്ലാ മേഖലകളിലും കൃത്യമായി നിങ്ങളിലാണ് ഞാൻ ഈ ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ചിട്ടുള്ളത്. കാരണം നേരെ ഖുർആൻ ഇങ്ങനെ ഇറങ്ങുന്നു, ഹദീസ് ഇങ്ങനെ പറയുന്നു, അതനുസരിച്ച് ജീവിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോയി തങ്ങൾ തെർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത ഒരു സമൂഹം ഈ ഖുർആൻ്റെയും ഹദീസിനെയും നേർ സാക്ഷികളാണ് സ്വഹാബത്ത്. ഇതാ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു ഖുർആനും സുന്നത്തും, നിങ്ങൾക്ക് പുറത്തല്ല, നിങ്ങളുടെ ജീവിതത്തിൽ. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റൂല. അപ്പോൾ സ്വഹാബത്തിലാണ് ഖുർആൻ്റെയും ഹദീസിൻ്റെയും യഥാർത്ഥത്തിലുള്ള പ്രാക്ടിക്കൽ രൂപം നിലവിലുള്ളത്. ആ സ്വഹാബത്തിൻ്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ജീവിത രീതികളും സ്വീകരിച്ചാൽ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. നമ്മൾ സുന്നികളാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാനുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്നവർ. അതെങ്ങനെയാണ് ഖുർആനിൽ വന്നതെന്ന് ചോദിക്കും. അഹ്ലു സുന്ന എന്നല്ലേ പറയുന്നത്, സുന്നത്ത് അംഗീകരിക്കുന്നവർ എന്നല്ലേ പറയുന്നുള്ളൂ. വ്യക്തമാണ്, സുന്നത്ത് എന്നാൽ ഖുർആൻ്റെ വ്യാഖ്യാനമാണ്. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയാതിരുന്നത് അഹ്ലു സുന്ന എന്നാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. പക്ഷേ അത് മുജാഹിദ് വിഭാഗം പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ ഞങ്ങളാണെന്ന്. ജമാഅത്തെ ഇസ്ലാമി പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നത് ഞങ്ങളാണെന്ന്. തബ്ലീഗ് ജമാഅത്ത് പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നത് ഞങ്ങളാണെന്ന്. മറ്റോരോ ബിദഈ കക്ഷികളും, ചേകനൂർ മൗലവി ഇസ്ലാമിന്ന് പുറത്താണ് അയാളുടെ കക്ഷി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പോലും പറയുന്നത് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ ഞങ്ങളാണെന്നാണ്. ഖാദിയാനികൾ ഇസ്ലാമിക വൃത്തത്തിൻ്റെ പുറത്താണ് അഹമ്മദിയാക്കൾ, അവരും പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. കാരണം ഒക്കെ ഖുർആനും ഹദീസ് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വിഭാഗത്തെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം അഹ്ലുസുന്ന വൽ ജമാഅ, സ്വഹാബത്ത് എന്ന ജമാഅത്തിന് വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. അൽ ജമാഅ എന്ന സംഘം എന്നാണ്, സമൂഹം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ മാരിഫയാണ്, സ്വഹാബത്ത് എന്ന ആ സംഘം. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ, വൽ ജമാഅ സ്വഹാബത്ത് എന്ന സമൂഹത്തിൻ്റെ വിശദീകരണങ്ങൾക്ക് വിധേയമായി, സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് അനുസൃതമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ എന്ന പേര് സാക്ഷാത്കരിക്കുന്നത് ഈ ഹദീസ് വച്ചാണ്. തറക്തു ഫീക്കും അംറൈൻ, എൻ്റെ സ്വഹാബത്തെ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു രണ്ട് കാര്യങ്ങൾ. അപ്പോൾ സ്വഹാബത്താണ് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ രൂപം. സ്വഹാബത്തിൻ്റെ ജീവിത രീതിയാണ്, സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതനുസരിച്ചാണ് ഒളവണ്ണ ഉസ്താദോട് സൂചിപ്പിച്ചത്. ഈ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണങ്ങളാണ് മദ്ഹബിൻ്റെ കിതാബുകൾ ക്രോഡീകരിച്ചു വച്ചത്. വളരെ ഡീറ്റെയിലായി വിശദമായി ഓരോ മസ്അലകളും 1 by 1 ഇതൊന്നും ഹദീസിൽ നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയില്ല, ഖുർആനിൽ നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയില്ല. നിസ്കാരത്തിൻ്റെ ഫർളുകൾ, ഷറത്തുകൾ, അബ്ഗാദ് സുന്നത്തുകൾ, ഹൈആത്ത് സുന്നത്തുകൾ, ഇത് പറഞ്ഞാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം, അത് പറഞ്ഞാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണ്ട, ഇതൊന്നും ഖുർആനിൽ നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയില്ല, ഹദീസിൽ നേർക്കുനേരെ കാണാൻ കഴിയില്ല. അതൊക്കെ സമഗ്രമായി സ്വഹാബത്ത് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൈമാറി തന്നത് മദ്ഹബിൻ്റെ ഇമാമുകൾ തൊട്ടടുത്ത നൂറ്റാണ്ടിൽ ക്രോഡീകരിച്ചു വച്ചു. അതുകൊണ്ടാണ് മദ്ഹബിൻ്റെ ഇമാമുകളെ സ്വീകരിക്കുന്നവർ, മദ്ഹബിൻ്റെ കിതാബുകൾ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും പിൻപറ്റിയവർ. എന്തുകൊണ്ട്? മദ്ഹബിൻ്റെ ഇമാമുകൾ മുഴുവനും ആ നല്ല നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്, അവരാണ് സലഫികൾ. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം സലഫികൾ എന്ന പേരിട്ടിട്ട് എന്തിനാണ്? ഞങ്ങൾ ആ സലഫ് സ്വാലിഹ്യങ്ങൾ അംഗീകരിക്കുന്നവരാണെന്ന അർത്ഥത്തിലാണ്. സത്യത്തിൽ സലഫ് നല്ലവരാണെന്ന് ഇവർക്കും അറിയാം,
ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലവർ തങ്ങൾ പറയുന്നു എൻ്റെ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ടുകാരാണ്, സുമ്മല്ലദീനയിലും പിന്നെ മൂന്നാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ച യോഗ്യരായ മഹാന്മാരാണ് ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റഹ്മഹുല്ല, ഇമാം അബു ഹനീഫ റഹ്മഹുല്ല റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിയ. അള്ളാഹുർക്ക് കാരുണ്യം വിശാലമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ബറക്കത്തുകൊണ്ട് കൊണ്ട് അള്ളാഹു നമ്മൾ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ സമഗ്രമായി നിയമങ്ങൾ ക്രോഡീകരിച്ചു വെച്ചു. വേറെയും ഇമാമുകൾ ക്രോഡീകരിച്ച് വെച്ചിരുന്നു, പക്ഷേ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതൊന്ന് സ്വീകരിച്ചാൽ കറക്റ്റ് ഖുർആനും സുന്നത്തും സ്വീകരിച്ചവരായി. അവരാണ് അഹ്ലു സുന്ന വൽ ജമാഅ. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ നിയമങ്ങളും ചട്ടങ്ങളും മതത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെട്ടിമാറ്റിയാൽ അവർക്കാണ് ബിദഅത്തുകാർ എന്ന് പറയുന്നത്. മതത്തിലെ നവീകരണവാദികൾ എന്നോ എന്തോ പേര് പറയുന്നത്, മുബ്തദി എന്നാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നവർ. അത് നിസ്സാര വിഷയമല്ല. എൻ്റെ പൊന്നനുജന്മാരും ജ്യേഷ്ഠ സഹോദരന്മാരും മനസ്സിലാക്കണം, നമ്മുടെ ആഖിറം രക്ഷപ്പെടണോ വേണ്ടേ തീരുമാനിക്കുന്ന അടിസ്ഥാനപരമായ മാനദണ്ഡമാണ് നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നിൽക്കണോ അതോ ഇതിൽ വ്യതിയാനം വരുത്തി വ്യത്യാസം വരുത്തി മാറ്റം വരുത്തി സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു മാർഗത്തിൽ ചേരണമോ എന്ന്. ദുനിയാവ് കുറച്ചേ ഉള്ളൂ. 10, 20, 30, 40 വർഷക്കാലം കൂടി നമ്മൾ ജീവിച്ചേക്കാം. പിന്നെ മരണമാണ്. മരിച്ചാൽ അറ്റമില്ലാത്ത ലോകമാണ്. ഈ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, കാണുന്നവരൊക്കെ പറയും, നല്ല മനുഷ്യന്മാരൊക്കെ പറയും, ഉസ്താദേ ഈമാൻ സലാമത്താകാൻ ദുആ ചെയ്യണം. അതൊരു ഘട്ടം തന്നെയാണ്. മരിക്കുന്ന ഘട്ടത്തിൽ ഇബ്ലീസ്, അഭിശപ്തനായ ഇബ്ലീസ് നമ്മുടെ ഈമാൻ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഈമാൻ സലാമത്തായി കുഫറിലേക്ക് പോകാതെ സുരക്ഷിതമായി കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ സൗഭാഗ്യത്തിനും അറിയാ മഹാഭാഗ്യമാണ് എങ്കിൽ നമ്മൾ അപ്പുറത്ത് രക്ഷപ്പെടും. അപ്പുറത്ത് രക്ഷപ്പെടണമെങ്കിൽ അത് ശാശ്വതമായ ജീവിതമാണ്. 100, 1000, 2000 കൊല്ലമല്ല, അനന്തമായ ജീവിതമാണ്. അവിടെ സ്വർഗം കിട്ടണം, അല്ലാഹു സംതൃപ്തി കിട്ടണം. അതിന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം സഹോദരന്മാരെ. മറ്റു വിഷയങ്ങളല്ല ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മറിച്ച് ഒരാൾ ബിദഅത്തിന്റെ മാർഗത്തിൽ ചെന്നാൽ നരകത്തിന്റെ മാർഗത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ നിസ്സാരമാക്കാണെന്ന് പോലെ എന്താ ഇപ്പം മുജാഹിദിന് പ്രശ്നം, എന്താ ഇപ്പം ജമാഅത്തിന് പ്രശ്നം, എന്താ ഇപ്പം തബ്ലീഗിന് പ്രശ്നം, എന്താ നൂരിഷ ത്വരീഖത്തിന് പ്രശ്നം? ഇങ്ങനെ 100 ചോദ്യങ്ങൾ ഒക്കെ നിസ്കാരം നോമ്പൊക്കെ മുസ്ലിം ഐക്യത്തിന്റെ ഭാഗമല്ലേ? നമ്മൾ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ലെന്ന് പറയും. ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഏത് വിഷയത്തിൽ? നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷമാണ്. വോട്ട് ഭിന്നിക്കാതിരിക്കാൻ നമ്മൾ ഏകീകരിക്കപ്പെടണം. രാഷ്ട്രീയ പാർട്ടിയിലും മറ്റും നമുക്ക് ഒന്നിക്കാം. പൊതുവായി രാജ്യത്തിൽ പ്രശ്നം വരുമ്പോൾ ഒന്നിക്കണം. അക്കാര്യത്തിൽ എക്സ്ക്യൂസ് ഇല്ല, വിട്ടുവീഴ്ചയില്ല. അതേസമയം ആദർശം വ്യതിചലിച്ചു പോകുന്നതിൽ നിന്ന്, യഥാർത്ഥ ദീനിൽ നിന്ന് അകന്നു പോകുന്നതിൽ നിന്ന് നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് ഒരാൾ പോലും സുന്നത്യമായിട്ട് പുറത്തു പോകാതിരിക്കാൻ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. മറുവിഭാഗത്തിൽ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളെയും മുസ്ലിങ്ങളെയും സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചു പോരുന്നത്. നോക്കുന്നത് 926 സമസ്ത രൂപീകരിച്ചത്. ആ രൂപീകരിച്ച കാലഘട്ടത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ പോലും ഇവിടെ അല്ല, അന്ന് ജീവിച്ചൊരു മനുഷ്യൻ പോലില്ല. എത്രയോ കാലം മുമ്പാണ്. 926 എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിൻ്റെ എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടമാണ്. സത്യം പറഞ്ഞാൽ അന്നാണ് മലബാർ കലാപം നടന്ന കാലഘട്ടം. മലബാർ കലാപത്തിൽ 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നിട്ട, മുസ്ലിങ്ങളുടെ വീടുകൾ കത്തിച്ച, വൈക്കോൽ വീടുകൾ കത്തിച്ചു കളഞ്ഞ, ധാരാളം ആളുകളെ അന്തമാൻ നിക്കോബർ ദ്വീപുകൾക്ക് നാട് കടത്തിയ, ഒരുപാട് ആളുകൾ ബെല്ലാരി ജയിലിലടച്ച, ഒരുപാട് ആളുകൾ തൂക്കിക്കൊന്ന, അതികിരാതമായ അവരുടെ മർദ്ദനങ്ങളുടെ ദുർദിനങ്ങൾക്ക് വിധേയമായ ഒരു കാലഘട്ടമായ 920-കളിൽ. ആ കാലഘട്ടത്തിലാണ് സമസ്ത രൂപീകരിച്ചത്. എന്തേ പ്രശ്നം? ആ കാലഘട്ടത്തിലാണ് ബിദ്അത്ത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ചതറിക്കിടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ രൂപം അന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇന്നത്തെ സാഹചര്യമാണെങ്കിൽ ആള് പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവരെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് കുറച്ച് സ്ഥലം എടുക്കാം, വീടുകൾ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയും. ഫസ്റ്റ് ഇവിടെ ദാരിദ്ര്യം തീർക്കാം. അവരാണുങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിധവകളായ സ്ത്രീകളെ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഫണ്ട് ശേഖരിക്കും. എന്നാൽ അന്നത്തെ മഹാത്മാക്കളായ പണ്ഡിതന്മാർ, അന്നത്തെ മഹാത്മാക്കളായ സാദാത്തുക്കൾ
അത് വേണ്ടെന്നല്ല പറഞ്ഞത്, വേണം, അതോടെ നിൽക്കട്ടെ. നമ്പർ 1 ഒന്നാം സ്ഥാനം അവരുടെ ദീൻ രക്ഷപ്പെടുത്തലാണ്, സ്വർഗം കിട്ടാൻ നരകത്തിലേക്ക് പോകാതിരിക്കാൻ വഴി സ്വീകരിക്കലാണ്. ഈ ബിദഅ പ്രസ്ഥാനം അഴിച്ചുവിട്ട ദുഷ്പ്രചരണങ്ങൾ, മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചു കൊടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംഘടിത സംവിധാനം വേണം. അതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പണ്ഡിതന്മാർ രംഗത്ത് വന്നത്. ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ അത് സാധാരണക്കാരനല്ല, ഈ നാട്ടുകാരെല്ലാവരൊന്നും. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവ് സയ്യിദ് ഹാമിദ് അലി തങ്ങൾ യമനിലെ ഹദറമൗത്തിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് വന്നത്. അറബികളാണ് അവർ, ഉയർന്ന കുടുംബത്തിലെ ആളുകളാണ് അവർ. അഹ്ലു ബൈത്തിൽപ്പെട്ട നബി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ്. നബി തങ്ങളെ ഏറ്റവും നല്ല ബറക്കത്തുള്ള നാടെന്ന് വിശേഷിച്ച യമനിൽ നിന്ന് കടന്നു വന്നവരാണ്. ആ പരമ്പരയിൽ ജനിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ യാദൃശ്ചികമായി നമുക്ക് പറയാം, ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ആണ്ട് ദിവസം, ഷഅബാൻ 17 വഫാത്തായ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ൽ കൊണ്ട്, ഈ ദിവസത്തിൻ്റെ പുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം അതിൻ്റെ വിനീതരായ അനുയായികളായ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നാളെ സ്വർഗത്തിലോ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊന്ന് രൂപീകരിച്ചു, സമസ്ത രൂപീകരിച്ചു, ബിദ്അത്തിനെ ചെറുക്കാനും എതിർക്കാനും. അതായിരുന്നു ആത്യന്തികമായ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വിഷയം. എന്നിട്ട് അവർ കല്ലും നെല്ലും വേർതിരിച്ച് കാണിച്ചു കൊടുത്തു. നേരെ മറിച്ച് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലുള്ള പ്രസ്ഥാനത്തെ പഠിപ്പിക്കുന്നത് ഖുർആനും സുന്നത്തും നേർക്കുനേരെ വിധികൾ കണ്ടെത്തുക എന്ന്. എത്രമാത്രം അപകടകരമായ ആശയമാണത്! ഖുർആനും സുന്നത്തും നേർക്കുനേരെ വിധി കണ്ടെത്തുക. സ്വഹാബികളുടെ വിശദീകരണം നമുക്ക് ആവശ്യമില്ല, താബിഈങ്ങളുടെ വിശദീകരണം നമുക്ക് ആവശ്യമില്ല, താബിഈങ്ങളുടെ വിശദീകരണം നമുക്ക് ആവശ്യമില്ല, ഇമാമികളുടെ ഫിഖ്ഹിന്റെ കിതാബുകൾ നമുക്ക് ആവശ്യമില്ല, ഖോജാക്കന്മാരുടെ കിതാബുകൾ നമുക്ക് ആവശ്യമില്ല, പാള കിതാബുകൾ നമുക്ക് ആവശ്യം. എത്ര പുച്ഛമായിട്ടാണ് ഈ മഹാന്മാർ ക്രോഡീകരിച്ച കിതാബുകളെ കുറിച്ച് ഇവർ പറഞ്ഞത്. പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് യുഗമല്ല, അന്ന് ഖുർആനും ഹദീസും ഇങ്ങനെ പ്രിന്റഡ് അല്ല. അന്ന് ഇതൊക്കെ കിട്ടാൻ വലിയ പ്രയാസം. എല്ലാം ക്രോഡീകരിച്ച് ഗ്രന്ഥമായി നമ്മുടെ കൈവശമുണ്ട്, നമുക്ക് പെട്ടെന്ന് ഹദീസുകൾ കിട്ടും. അതുകൊണ്ട് ആ ഖുർആനും ഹദീസ് നേർക്ക് നേരെ നോക്കി അതിൽ നിന്ന് മതവിധി കണ്ടെത്താൽ മതി, ആവിഷ്കരിച്ചാൽ മതി എന്ന് പറയുന്ന ഈ പുതിയ ചിന്താഗതി അത്യന്തം അപകടകരമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്ത് ബോധ്യപ്പെടുത്തി. സ്വഹാബത്തിന്റെ വിശദീകരണങ്ങളില്ലാതെ ഖുർആൻ സുന്നത്ത് വ്യാഖ്യാനിക്കാൻ പാടില്ല, നിങ്ങൾ വഴിതെറ്റിപ്പോകും, കുഫറിലേക്ക് എത്തിപ്പോകുമെന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി. യാഥാർത്ഥ്യമല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ വാദഗതിയുമായി ദീർഘകാലം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്താ സംഭവിച്ചത്? മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളായി. കാരണം ഖുർആനും ഹദീസും നേരിട്ട് പരിശോധിച്ച് അതിന് മതവിധികൾ ആവിഷ്കരിക്കുകയാണ്. കൃത്യമായി അവർ തന്നെ എഴുതിയത് ഉദ്ധരിക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഗ്രൂപ്പിസം വന്നപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു, ഹിന്ദു സ്ത്രീകളെ കല്യാണം കഴിക്കാമെന്ന് ഖുർആനിൽ വ്യാഖ്യാനിക്കാവുന്ന ഖുർആനിലുണ്ട്. നമുക്ക് ഹിന്ദു സ്ത്രീകളോട് നമുക്ക് വെറുപ്പില്ല, അവർ മറ്റൊരു മതം, ആ മതം അനുസരിച്ച് അവർ ജീവിക്കുന്നവരാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഹൈന്ദവ സ്ത്രീകളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് തെളിവായി അവർ ഉദ്ധരിച്ചത് ഖുർആനിലുണ്ട്. അഹ്ലു കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, തൗറാത്തും ഇഞ്ചീലും നൽകപ്പെട്ടവരുടെ പരമ്പരയിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കാമെന്നുണ്ട്. ആ വാചകം ഖുർആന്റെ വാചകത്തിൽ നടത്തിയെടുത്ത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിക്കാതെ ഹൈന്ദവ സ്ത്രീകളെ കല്യാണം കഴിക്കാമെന്ന് ഒരു വിഭാഗം ഫത്വ കൊടുത്തു, ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട്. മറ്റൊരു വിഭാഗം രംഗത്ത് വന്നു. അവർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ പ്രതിയോഗി ഗ്രൂപ്പുകളുടെ തല വെട്ടാം ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് അവർ എഴുതിയതാണ് ഞാൻ ഈ പറയുന്നത്. ഫദർബർ റിഖാബ് സൂറത്ത് മുഹമ്മദ് 4-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, പ്രതിയോഗികളെ പെരടി നോക്കി വെട്ടണം. യുദ്ധത്തിൽ ശത്രുക്കളെ പെരടി വെട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം മറു ഗ്രൂപ്പിന്റെ തല വെട്ടാൻ വിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചു വ്യാഖ്യാനിച്ചു. തീർന്നില്ല, മൂന്നാമതായി അവർ എഴുതി വെച്ചു. ഞാൻ 3 സാമ്പിൾ പറയുകയാണ്. അവരുടെ മറുപുറത്തുള്ള എല്ലാ മുജാഹിദ് ഗ്രൂപ്പുകളും മുശ്രിക്കുകളാണ്, ഞങ്ങൾ മാത്രം മുവഹിദുകളാണ്, അവരൊക്കെ കാഫറുകളാണ്, മുശ്രിക്കുകളാണെന്ന് ചിത്രീകരിച്ചു ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട്. ഇങ്ങനെ ഗ്രൂപ്പുകൾ തിരിച്ചും മറിച്ചും ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട്, ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് വികൃതമായ ഭീകരമായ ഫത്വകളും വ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ ഗൗരവമായി ആലോചിച്ചു. ഖുർആനും സുന്നത്തും പറയാൻ സുഖ, അത് മതവിധി കണ്ടെത്തണമെന്ന് പറയുന്നത് സുഖമാണ് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ. പക്ഷെ പാർട്ടി ചിതറിപ്പോയാൽ, ഭിന്നാഭിപ്രായം വന്നാൽ, ഈ തരത്തിൽ അപകടകരമായ ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ വെച്ചാൽ നമ്മളിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായി നമുക്ക് ഈ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തുടക്കത്തിൽ, പിളർപ്പിൻ്റെ തുടക്കത്തിലാണ് 2001 ജൂൺ 4 അവരുടെ ആസ്ഥാനമായ പുളിക്കൽ മദീനത്തുൽ വന്ന അറബി കോളേജിൻ്റെ കേരള ജംഇയ്യത്ത് നേരിട്ട് നടത്തുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൽ വന്നിട്ട്
അവരുടെ പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമ വിശദമായി യോഗം ചേർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായി ആലോചിച്ചു. ഇതെങ്ങനെ തരണം ചെയ്യും, ഈ പ്രശ്നത്തെ എങ്ങനെ ചെറുക്കും? അവസാനം ഒരു കൃത്യമായൊരു തീരുമാനത്തിലെത്തി. KNM-ന്റെ ശാഖകളിലേക്ക് അയച്ചു കൊടുത്ത സർക്കുലർ അവർ പറയുന്നുണ്ട്. ആ സർക്കുലറിന്റെ പേജ് നമ്പർ 9 ചെറിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 9 പറയുന്നുണ്ട്, ഖുർആനും സുന്നത്തും അങ്ങനെ സ്വതന്ത്രമായി നീ വ്യാഖ്യാനിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് ഈ യോഗം തീരുമാനിച്ചു. ആ കറക്റ്റ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി പറഞ്ഞതും സുന്നത്ത് ജമാഅത്ത് വേർതിരിഞ്ഞു പോകാൻ കാരണമായ നിമിത്തമായതും ഈ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. ഖുർആനും സുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിക്കാമോ ഇല്ലേ? അഹ്ലു സുന്നത്ത് പറഞ്ഞു, സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിക്കാൻ പാടില്ല, ഹദീസ് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഖുർആനും സുന്നത്തും സച്ചരിതരായ മുൻഗാമികളായ സ്വഹാബത്തും താബികളും താബികളുമാണ്. ആ സ്വഹാബത്ത് വ്യാഖ്യാനിച്ച് താബികൾക്ക് കൈമാറി താബികൾ ക്രോഡീകരിച്ച ആ ഖുർആനും സുന്നത്തുമിൻ്റെ വ്യാഖ്യാനം, ഖുർആനും സുന്നത്തും അവർ പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ചാണ് സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ, ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതേ ലൈനിലേക്ക് വന്നു പ്രശ്നം തീർക്കാൻ വേണ്ടി. ഇനി ഇങ്ങനത്തെ മസല പറയരുത്. ഇവിടെ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കണമെങ്കിൽ ഓരോ മൗലവിമാരും സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വിശദീകരിക്കരുത്, വ്യാഖ്യാനിക്കരുത്, വളച്ചൊടുക്കരുത്. ഇനി മുതൽ ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കണമെങ്കിൽ സഹാബത്ത്, താബികൾ അവരെ സച്ചരിതരായ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ സലഫു സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ ആ സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചോ ആ വ്യാഖ്യാനം മാത്രമേ സ്വീകരിക്കാവൂ എന്ന്. വളരെ കറക്റ്റാണ് ആശയം. ആ ആശയത്തിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ ആ ആശയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉറച്ചു നിന്നിരുന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തുമായുള്ള എല്ലാ ഭിന്നതയും തീരുമായിരുന്നു. പക്ഷെ നിർണായക ഘട്ടത്തിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥമായി എന്നല്ലാതെ അതിലവർ ഉറച്ചു നിന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെ തുടർന്ന് അവരെത്രമാത്രം എഴുതിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാ കിതാബും അംഗീകരിക്കും. നേരത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞേ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പാള കിതാബുകളാണ് പറഞ്ഞിരുന്നത്. സഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, ഫത്ഹുൽ ബാരിയുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, തഫ്സീർ ഇബ്നു കസീർ പോലുള്ള തഫ്സീറുകൾ, അതൊക്കെ അംഗീകരിക്കാൻ ഖുർആനും സുന്നത്തും മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം അവരവസാനം മാറ്റി എഴുതി. അവർ കൃത്യമായി പറഞ്ഞു, അവരുടെ മാസികയിൽ, ഇസ്ലാഹ് എന്ന മാസികയിൽ കൃത്യമായി അവർ എഴുതി വച്ചു. എന്താണ് എഴുതി വച്ചത്? സലഫികളുടെ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും രേഖപ്പെടുത്തപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളുമാണ്. അങ്ങനെ തന്നെ പറയുന്ന പോലെ ഖുർആനും ഹദീസാണ്. പിന്നെ അവയുടെ വ്യാഖ്യാനങ്ങളായ തഫ്സീർ ഗ്രന്ഥങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമാണ്. അവയുടെ വ്യാഖ്യാനങ്ങളായ തഫ്സീർ ഗ്രന്ഥങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമാണ്. അവക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിമും ഇബ്നു ഹജർ അസ്കലാനിയുടെ ബുഖാരി വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയും ഇമാം തബരിയുടെയും ഇബ്നു കസീറിൻ്റെയും ഖുർആൻ വ്യാഖ്യാനങ്ങളുമൊക്കെ നിരോധിക്കണമെന്ന് സമസ്തക്കാർ പറയുമോ എന്ന് വെച്ചാൽ സമസ്തനെ ചോദിക്കുക, നിങ്ങൾ ഒഴിവാക്കൂല. എന്നാൽ ഞങ്ങളതും അതന്നെയാണ്. ഞങ്ങൾ ഈ പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇമാം നവവിൻ്റെ കിതാബും ഫത്ഹുൽ ബാരിയും ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല, ഖുർആനും സുന്നത്തും നേർക്കുനേരെ എടുക്കുന്ന ആളുകളല്ല എന്ന് ഒന്നുകൂടി സുവ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? ഓരോ അഭിപ്രായം, നിലവിൽ സുന്നത്ത് ജമാഅത്തും കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ 1 by 1 ആയി നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ അതിന് ഖുർആൻ സുന്നത്ത് നേർക്ക് നേരെ തെളിവെടുത്ത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, വളച്ചൊടിക്കുകയാണെങ്കിൽ അവർക്ക് അനുകൂലമാണ്. നേരത്തെ സച്ചരിതരായ മുൻഗാമികൾ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം സ്വീകരിക്കുകയാണെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് അംഗീകരിക്കേണ്ടി വരും. ഞാൻ ചെറിയൊരു സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാം. നിസ്കരിക്കുമ്പോൾ കൈ എവിടെ കെട്ടിയത് നോക്കിയാൽ മതി. അതിങ്ങനെ നെഞ്ചത്ത് അല്ലാഹു അക്ബർ എന്ന് കെട്ടിയിട്ടുണ്ടാവും. ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും, ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും, പല രൂപത്തിലായിരിക്കും. നെഞ്ചത്ത് കെട്ടുന്നവർക്ക് ഏത് ഷേപ്പ് അവർക്കറിയില്ല. കാരണം അത് കിതാബ് ഖുർആൻ കാണണ്ടേ, ഹദീസിൽ കാണണ്ടേ. അതിനെന്താ തെളിവ്? സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലോകത്തെ മുഴുവൻ നിസ്കാരം നേർക്കുനേരെ നോക്കി കാണാൻ സാധിക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ആലം ദുനിയാവിൽ നെഞ്ചത്ത് കൈകെട്ടുന്ന ഒരു പാർട്ടി, ഞാൻ സാമ്പിൾ പറയാണ്, ദുനിയാവിൽ വേറല്ല ഇവരല്ലാതെ. ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ദുബായ് ഇൻ്റർനാഷണൽ ബിസിനസ് സിറ്റിയാണ്.
അവിടെ ഷെർവാനി പള്ളി എന്ന് മലയാളികൾ വിളിക്കുന്ന ഒരു ഷെർവാനി പള്ളിയുണ്ട്. വലിയ പള്ളിയാണ്. എല്ലാ വക്തിനും 1000, 2000, 3000, 4000 ആളുകൾക്ക് ജമാഅത്തിനുണ്ടാവും. അങ്ങനത്തെ പള്ളിയാണ്. ഒരു ബിസിനസ് സിറ്റി എന്ന നിലയിൽ എല്ലാ രാജ്യക്കാരും ഏറെക്കുറെ ഉണ്ടാകും. ലോകത്തെ പല രാജ്യക്കാരും ബിസിനസ് ആവശ്യാർത്ഥം അവിടെ വരും. ഏത് നാട്ടുകാരുണ്ടാവും. അവിടെ നിസ്കരിക്കാൻ കൂടിയാൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും പരിചയപ്പെടണമെങ്കിൽ സലാം പറഞ്ഞിട്ട് അറബിയിലോ ഇംഗ്ലീഷിലോ സംസാരിച്ചാൽ അവരെ പരിചയപ്പെടാൻ സാധിക്കും. മിക്കവാറും അറബിയോ ഇംഗ്ലീഷോ അറിയാത്ത ആളുകൾ ആ മേഖലയിൽ ഉണ്ടാവില്ല, ബിസിനസ്സിൽ വന്ന ആളുകൾ. ഇനി ആരെങ്കിലും നിസ്കാരത്തിൽ ഇങ്ങനെ കൈകെട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ചെന്ന് സലാം പറഞ്ഞ് പരിചയപ്പെടണമെങ്കിൽ ഇംഗ്ലീഷിലും സംസാരിക്കണ്ട, അറബിയിലും സംസാരിക്കണ്ട, പച്ച മലയാളത്തിൽ ചോദിച്ചാൽ നിങ്ങളുടെ നാട് എവിടെയാണ്? പൂനൂരാണെന്ന് പറയും, അല്ലെങ്കിൽ പുളിക്കലാണെന്ന് പറയും, അല്ല അടുത്ത നാട്ടിൽ ഇറങ്ങി 2-3 നാടിൻ്റെ പേര്, ഒരു നാട് പേര് പറയും. കാരണം മലയാളികൾ ഈ കുറച്ച് ആളുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ആലം ദുനിയാവിൽ ഇങ്ങനെ കൈകെട്ടുന്ന ആളുകൾ. ഇങ്ങനെ ഈ വികലമായ ചിന്താഗതിയിലൊക്കെ അവർ എത്തിച്ചേർന്ന് ഈ ഫത്വയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നത്? ഹദീസിന് സ്വന്തം വ്യാഖ്യാനം കൊടുത്തു. ഹദീസിൻ്റെ ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൈകെട്ടി അലാ സുദ്രിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ മേൽ കൈകെട്ടി എന്ന് ഹദീസിലുണ്ട്. അപ്പം നെഞ്ചിൻ്റെ മേൽ നല്ല അലാ സുദ്രിഹി എന്നർത്ഥം. പെട്ടെന്ന് നമുക്കൊന്നും അലാ സുദ്രിഹി നെഞ്ചിൻ്റെ മേൽ എന്നല്ലേ തോന്നും. പക്ഷെ അലാ സുദ്രിഹി എന്ന് പറഞ്ഞാൽ അല എന്നൊക്കെ അറബിയിലെ ഓരോ വാക്കുകൾക്കും വെവ്വേറെ അർത്ഥങ്ങളുണ്ട്. 1, 2, 4 അർത്ഥങ്ങളൊന്നുമല്ല. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഹർഫ് എന്ന് പറയും. ആ ഹർഫിൽ അല എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം മുജാഹിദ് വെക്കുന്ന അർത്ഥം തന്നെ മേൽ തന്നെയാണ്. അലാ സുദ്രിഹി നെഞ്ചിൻ്റെ മേൽ, അല തോവിലെത്തി മേഷൻ്റെ മേൽ. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ആ കാര്യം അറിയാം. എന്നാൽ അലക്ക് ആ അർത്ഥം മാത്രമല്ല, പല അർത്ഥങ്ങളെ കൂട്ടത്തിൽ രണ്ടാമത്തെ അലയുടെ അർത്ഥം അടുക്കൽ എന്നാണ്. അടുക്കൽ, അലാ സുദ്രിഹി നെഞ്ചിൻ്റെ അടുക്കൽ കൈകെട്ടി. അങ്ങനെ അലക്ക് അർത്ഥമുണ്ടോ? അതൊക്കെ വെറുതെ സുന്നികൾ വളച്ചൊടിച്ചുണ്ടാക്കല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. നബിയെ, നിങ്ങൾ ഒരു കാരണവശാലും മയ്യിത്ത് നിസ്കരിക്കാൻ പോകണ്ട. ആ കപട വിശ്വാസികൾക്ക് വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അവർ മരിച്ചുപോയ ഒരാൾക്ക് നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണ്ട. വലാ തഖും അലാ ഖബ്രിഹി, അവൻ്റെ ഖബറിൻ്റെ അടുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും തൻ്റെ റസൂലിനെയും നിഷേധിച്ച കൂട്ടരാണ് അവർ. വമഹതു വഹും ഫാസിഖൂൻ, ദുർമാർഗികളായി മരിച്ചുപോയ ടീമാണത്. അവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിസ്കരിക്കാനും പോകണ്ട. അവിടെ വലാ തഖും അലാ ഖബ്രിഹി, ഖുർആൻ ശ്രദ്ധിച്ചോ, വലാ തഖും നിങ്ങൾ പ്രാർത്ഥിക്കണ്ട അലാ ഖബ്രിഹി, ആ മുനാഫിഖിൻ്റെ ഖബറിൻ്റെ അരികെ നിന്ന് പ്രാർത്ഥിക്കണ്ട. ഇവിടെ അലക്ക് മേൽ അലാ ഖബ്രിഹി, ആ മുനാഫിഖിൻ്റെ ഖബറിൻ്റെ മേൽ കയറുന്ന് പ്രാർത്ഥിക്കേണ്ട അർത്ഥം മക്കളെ അങ്ങനെ വെക്കാൻ പറ്റുമോ? ആരും ഖബറിൻ്റെ മുകളിൽ കയറുന്ന് പ്രാർത്ഥിക്കൂല. അവിടെ അലാ ഖബ്രിഹി ഖബറിൻ്റെ അടുക്കുന്ന മുജാഹിദിൻ്റെ ഖുർആൻ പരിഭാഷ നോക്ക്, ജമാഅത്തുകാരെ ഖുർആൻ പരിഭാഷ നോക്ക്, ബിദഅികളെ മുഴുവൻ ഖുർആൻ പരിഭാഷ നോക്ക്. അലാ സുദ്രിഹി, അവിടെ അലാ ഖബ്രിഹി ഖബറിൻ്റെ അരികിൽ, ഖബറിൻ്റെ അടുക്കുന്ന. അപ്പോൾ കറക്റ്റ് അലാ സുദ്രിഹി, നെഞ്ചിൻ്റെ അരികിൽ എന്ന അർത്ഥമുണ്ട്, നെഞ്ചിൻ്റെ മേൽ എന്ന അർത്ഥമുണ്ട്. നെഞ്ചിൻ്റെ അരികിൽ എന്നാണോ മേൽ എന്നാണോ തീരുമാനിക്കണം ഞാനും നിങ്ങളും മുജാഹിദുകളുമല്ലല്ലോ. അള്ളാൻ്റെ റസൂല് എത്ര കാലം ഈ സ്വഹാബികൾക്കിടയിൽ നിസ്കരിച്ചു? ആ നിസ്കാരം നോക്കിക്കണ്ട സ്വഹാബികൾ പറയട്ടെ, കേട്ട നമ്മളല്ലല്ലോ പറയേണ്ടത്. അവർ കൃത്യമായ സ്വഹാബികൾ ഒരാൾ പോലും അള്ളാൻ്റെ റസൂൽ നെഞ്ചിൻ്റെ മീതെയാണ് കൈകെട്ടിയത് പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമായി സ്വഹാബാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് നെഞ്ചിൻ്റെ താഴെ പൊക്കിളിൻ്റെ മീതെ വേറെ ഹദീസുകളുണ്ട് എന്നിട്ട് വിശദീകരിച്ചിട്ട് ഈ സംശയത്തിന് ഇടവരാത്ത വിധത്തിൽ വെറും ഹദീസ് മാത്രം സ്വീകരിക്കുന്ന പോലും തെളിവുകൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അവർ എന്താണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്? ഇതേ വിഷയം ബസ്സാറിൻ്റെ നിവേദനത്തിൽ മറ്റൊരു ഹദീസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകെട്ടി എന്ത സ്വദിരിഹി എന്ന് പറഞ്ഞാൽ എന്താ? നെഞ്ചിൻ്റെ അടുക്കൽ. അതിന് മേലിന് അർത്ഥമല്ല. അപ്പോൾ ഈ അലാ സ്വദിരിഹിൻ്റെ അർത്ഥം എന്താ? നെഞ്ചിൻ്റെ അടുക്കൽ എന്ന് തന്നെ മനസ്സിലായി. ഫൗക സുറത്തി, പൊക്കിളിൻ്റെ മീതന കറക്റ്റായ ആ സ്ഥലം നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ. ഇതല്ലേ സത്യം? ഈ കാര്യം ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താ? പുതിയതായി പറയുന്നത് ഖുർആനും സുന്നത്തിനും സ്വഹാബത്തിന്റെ വിശദീകരണം സ്വീകരിക്കണം, സലഫ് സ്വാലിഹികളുടെ വിശദീകരണം സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞത്? അതും തർക്കം തീർക്കാൻ വേണ്ടി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ ഐക്യകണ്ഠേന ഒപ്പിട്ട് അംഗീകരിച്ച തീരുമാനത്തിലാണ് പറയുന്നത്. മാത്രമല്ല, ഒന്നുകൂടി അവർ പറഞ്ഞു, ഫത്ഹുൽ ബാരി പോലെയുള്ള ഇമാം നവവിയുടെ പോലുള്ള കിതാബുകളൊക്കെ അംഗീകരിക്കണം. അതൊക്കെ തന്നെ മതവിധികൾ ഞങ്ങൾ അംഗീകരിക്കുന്ന, ഖുർആൻ സുന്ന നേർക്കുനേരം അംഗീകരിച്ചാൽ പോരാന്ന് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ ഇതേ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇവർ പറയുന്ന അംഗീകരിക്കാമെന്ന് പറയുന്ന ഫത്ഹുൽ ബാരി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞു. ഇബ്നു ഹുസൈമ കൃത്യമായി പറഞ്ഞിട്ട് ഇബ്നു ഹുസൈമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മിൻ ഹദീസ് വാഇലിൻ അന്നഹു വലഹുമ അലാ സദ്രിഹി,
വൽ ബസ്സാറു ഇൻദ സദ്രിഹി. അവിടെ ബസ്സാർ ഒന്നും കൂടി വ്യക്തമാക്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻദ സദ്രിഹി, നെഞ്ചിൻ്റെ അടുക്കൽ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഫത്ഹുൽ ബാരി 3-ാം വല്ല 157-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നിഷ്പക്ഷമായി ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും അവസാനം ഐക്യകണ്ഠേന തീരുമാനിച്ച, അത് പണ്ഡിത സഭ അംഗീകരിച്ച ഖുർആനും സുന്നത്തും സ്വഹാബികൾ കൊടുത്ത വിശദീകരണം, താബികൾ കൊടുത്ത വിശദീകരണം, സലഫുസ്വാലിഹീൻ കൊടുത്ത വിശദീകരണമാണ് അംഗീകരിക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തി വെച്ചു എന്ന് മാത്രമല്ല, ഫത്ഹുൽ ബാരി പോലുള്ള മറ്റ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ട മതനിയമങ്ങളാണ് യഥാർത്ഥ മതനിയമങ്ങൾ എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ വിഷയം സത്യം പറഞ്ഞാൽ മുജാഹിദ് ഒന്നിടെ ഇറങ്ങി വരണ്ടേ, നെഞ്ചത്തുനിന്ന് കൈ മാറ്റി താഴേക്ക് കെട്ടണ്ടേ. ദീനാണ് എങ്കിൽ, അല്ല നമ്മൾ രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഇപ്പം തൽക്കാലം ഈ പാർട്ടി നിൽക്കുക, ഇവിടെ നമുക്ക് കുറച്ച് പ്രശ്നം പരിക്കൊക്കെ പറ്റുമെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങൾ നടക്കുക, അങ്ങേ പാർട്ടി നല്ലത്, ഇങ്ങനെ ചിന്തിക്കാൻ ദീന് പറ്റില്ല സഹോദരന്മാരെ. ദീൻ എന്നാണ് അള്ളാഹുവിൻ്റെ, ഞാൻ നേരത്തെ അള്ളാഹു തൻ്റെ അടിമകൾക്ക് വേണ്ടി വരച്ച് കാണിച്ച് ക്രോഡീകരിച്ച് തന്ന നിയമങ്ങളും ചട്ടങ്ങളുമാണ് ദീൻ. ആ ദീനിൽ നിസ്കാരത്തിൽ കൈകെട്ടേണ്ട നെഞ്ചിൻ്റെ താഴെയാണെന്ന് ഖണ്ഡിതമായി മുജാഹിദ് പ്രസ്ഥാന തീരുമാനമനുസരിച്ച് തന്നെ പറയുമ്പോൾ സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം പറ്റിയില്ലേ, തെറ്റ് പറ്റിയില്ലേ? തെറ്റ് പറ്റിയാൽ തിരുത്തണ്ടേ. ഇത് മാത്രമല്ല, ഓരോ വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇത് സുന്നത്ത് ജമാഅത്തും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന അധിക വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ സുബഹിന്റെ കുനൂത്ത്, സുന്നികൾ സുബഹിക്ക് സുന്ദരമായി കുനൂത്ത് ഓതും, യാതൊരു സംശയമല്ല. അല്ലാഹുവേ നീ നേർമാർഗം കാണിച്ചു കൊടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഈ സാധുക്കളായ ഞങ്ങൾക്കും നേർമാർഗത്തിലാക്കി തരണമേ. അല്ലാഹുവേ നീ സുഖം നൽകിയ ഒരുപാട് നല്ല ഭാഗ്യവാന്മാരുണ്ട്, ആ കൂട്ടത്തിൽ ഈ സാധുക്കളായ ഞങ്ങൾക്കും സുഖം നൽകണമേ. അല്ലാഹുവേ നീ ഏറ്റെടുത്ത ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണമേ. അല്ലാഹുവേ ഞങ്ങൾക്ക് സകലമാനക്കളും ബറക്കത്ത് നൽകണമേ, ബറക്കത്ത് പ്രധാനമാണ്. ഇങ്ങനെ സുന്ദരമായ പ്രാർത്ഥന സുബ്ഹിക്ക് എണീറ്റ് നടത്തുന്ന പ്രാർത്ഥനയാണ് കുനൂത്ത്. ഈ കുനൂത്ത് 4 മദ്ഹബുകൾ ക്രോഡീകരിച്ചെടുത്ത് 2 മദ്ഹബിൽ സുന്നത്താണ്, 2 മദ്ഹബിൽ സുന്നത്തില്ല. നമ്മൾ ഷാഫി മദ്ഹബിൽ സുന്നത്താണ് നമ്മൾ ചൊല്ലുന്നു. എന്നാൽ സുന്നത്തില്ല എന്ന് പറയുന്ന മദ്ഹബാണ് മുജാഹിദ് കൂട്ടിയാൽ പോരെ, കൂട്ടാൻ പറ്റൂല. മുജാഹിദ് പറഞ്ഞ സുന്നത്തില്ല എന്നല്ല, മദ്ഹബിൻ്റെ ഇമാമുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ ബലാബലം നോക്കുമ്പോൾ സ്വഹാബത്തിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ 2 അഭിപ്രായം സ്വഹാബികൾക്കുണ്ട്. സുന്നത്തുണ്ട് എന്നുമുണ്ട്, സുന്നത്തില്ല എന്നുമുണ്ട്. അതുകൊണ്ട് രണ്ടും സ്വീകരിക്കാം. മദ്ഹബിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അപൂർവമായിട്ടുണ്ട്. അതിൽ 2 വ്യത്യസ്ത അഭിപ്രായം സുന്നത്തുണ്ട് ഇല്ല എന്നുള്ളത്. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അത് ബിദ്അത്താണ് എന്നാണ്. ബിദ്അത്താണെന്ന് പറഞ്ഞാൽ അനാചാരമാണെന്നാണ്. സുനൂത്ത് ഓതിയാൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അനാചാരമാണെന്ന് നരകത്ത് പോകും. കുല്ലു ബിദ്അത്തും ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്ത് വഴി തെറ്റിയതാണ്. പിന്നെ കുല്ലു ദലാലത്ത് ഫിന്നാർ, വഴി തെറ്റിപ്പോയാൽ നരകത്തിൽ എത്തിച്ചേരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് വിഷയം, ഇത് അനാചാരമാണ്. എങ്ങനെ അനാചാരമാണെന്ന് ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിനോ ഈ തീരുമാനത്തിൽ വെളിച്ചത്തിൽ ബക്കറ്റ് ആരംഭിക്കാനാ സഹോദരങ്ങളെ. നമ്മുടെ മക്കൾ ബക്കറ്റ് പിരിവ് ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ വളർത്തിയെടുക്കലും പ്രോത്സാഹിപ്പിക്കലും ആവശ്യമാണ്. ഇവരൊരു കുഴപ്പമുണ്ടാക്കൂല, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല. അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ നിയമങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ഇതൊരു നല്ല സനതുള്ള പാർട്ടിയാണ്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ സംഘത്തിന് രൂപകൽപ്പന നൽകുമ്പോൾ അതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് ഉസ്താദുൽ അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ദീർഘനേരം മലയാളത്തിൽ അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിവരം ചെന്ന് പറയാൻ പാർട്ടികൾ രൂപീകരിക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ 3 പേരുണ്ട് ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ പ്രവർത്തികളോട് ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ നഗരി. അള്ളാഹു അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം ജന്നാത്തു നഈമിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒത്തുകൂടാൻ ദയാനിധിയായ അള്ളാഹു തൗഫീഖ് നൽകി കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു സഹോദരന്മാരെ. അദ്ദേഹം മനസ്സറിഞ്ഞ് ദാഹിച്ച് മോഹിച്ച് ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി തുടക്കത്തിൽ അതിൻ്റെ ചലനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ദുആയും നൽകിയ വലിയ മഹാനായിരുന്നു. അഭിവന്ദന ലോകം കണ്ട വലിയ മഹാത്മാവായിരുന്നു ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്. സമസ്തക്കാരെ 100 കാലം നേതൃത്വം നൽകിയ മഹാത്മാ.
അദ്ദേഹം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ ഗൈഡൻസ് ഇനി ഇങ്ങനെ ചെയ്തോ ഇനി ഇങ്ങനെ ചെയ്തോ പറഞ്ഞിട്ട് ഈ സംഘടന രൂപീകരിച്ച് വളർത്തിയെടുക്കുന്നതിൽ അവസാനം അതിന് ആസ്ഥാനം പണിയാൻ വേണ്ടി സ്ഥലമെടുക്കുന്നതിന് വരെ അദ്ദേഹം വന്ന് നേതൃത്വം നൽകിയ വലിയ വിശുദ്ധാത്മാവായിരുന്നു ശംസുൽ മഈഖ ഉസ്താദ് അവർകൾ. ആ ഗണത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ദ്വാ ചെയ്ത് സ്ഥാപിച്ച് വളർത്തിയെടുത്ത ഒരു ബറക്കത്തുള്ള സംഘടന. അതുകൊണ്ട് 10-35 കൊല്ലം കഴിഞ്ഞിട്ടും ചെറുപ്പക്കാര സംഘടന വഴി തെറ്റിപ്പോയിട്ടില്ല. അവർ സമസ്തക്കത് അരുത് എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല അവരോട്. ഇത് ബറക്കത്തുള്ള സംഘടന. അപ്പോൾ നന്നായി പറ്റുന്ന സഹായിക്കണം. ഇവർക്ക് ഇത്തരം പരിപാടികൾ നടത്താനുള്ള പ്രചോദനം നൽകുന്ന വിധം നിങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ഖുനൂത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ സൂചിപ്പിച്ച 2 അഭിപ്രായമുണ്ട്. ഈ 2 അഭിപ്രായം സുന്നത്തുണ്ടോ ഇല്ലേ എന്നാണ്. സുന്നത്താണോ ബിദ്അത്താണോ? ബിദ്അത്താണ് ഖുനൂത്ത്, അനാചാരമോ ചരിത്രത്തിൽ ഒരു ഇസ്ലാമിക പണ്ഡിതനെ പറഞ്ഞിട്ടില്ല. കൃത്യമായി ഇവരൊക്കെ അംഗീകരിക്കുന്ന ഇതുപോലുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ പറയുന്ന ഇബാറത്തുകൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഫദഹബ അക്സറുൻ നാസി മിന സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് അധികം ആളുകളും താബിഈൻ അധികം ആളുകളും വമൻ ബഅദഹും താബിഈൻ അധികം ആളുകളും അലാ ഇസ്ബാത്തിൽ ഖുനൂത്തി ഫിഹ, ഖുനൂത്ത് സുബ്ഹിക്ക് ഖുനൂത്ത് സുന്നത്താണ് എന്ന നിലപാടുകാരാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾ, അമ്മാർ ഇബ്നു യാസിർ, ഉബയ്യ് ഇബ്നു കഅബ്, അബൂ മുസൽ അശ്അരി, ഇബ്നു അബ്ബാസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബി പ്രമുഖന്മാർ അവരൊക്കെ സുബ്ഹിക്ക് ഖുനൂത്ത് സുന്നത്താണ്. എന്നാൽ വേറെ ചില സ്വഹാബികൾ സുബ്ഹിക്ക് ഖുനൂത്ത് സുന്നത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ മദ്ഹബ് അനുസരിക്കുന്ന ആളുകൾക്ക് ഖുനൂത്ത് ഓതേണ്ടതില്ല. ഹനഫി മദ്ഹബ് അങ്ങനെയാണ്. ഹംബലി മദ്ഹബ് മക്കത്തി എന്നാൽ ഹംബലി മദ്ഹബാണ്, അങ്ങനെയാണ്. ഖുനൂത്ത് ഓതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ബിദ്അത്താണ്, ഇത് അനാചാരമാണെന്ന് പറയുന്നത് അത്യന്തം അപകടകരമായ വാദമാണല്ലോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്. ഇനി അവർക്ക് മാറി ചിന്തിച്ചൂടെ? അവരല്ലേ ഈ തർക്കം തീർക്കാൻ വേണ്ടി എഴുതി വെച്ച 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ അറബി കോളേജ് ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർവാഹക സമിതി തീരുമാനിച്ച് എഴുതി വെച്ചത് ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സലഫുസ്വാലിഹീങ്ങൾ സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ച് KNM സർക്കിൾ കൊടുത്തില്ലേ ശാഖകളിലേക്ക്. ആ ശാഖകൾ നടപ്പാക്കിയാൽ ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിൽ ഖുനൂത്ത് നിലനിൽക്കേണ്ടതിൽ അവർക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. സിമ്പിളായിട്ട്. വാശി പിടിക്കേണ്ട വിഷയമല്ല. അഭിമാനബോധം ഈ വിഷയത്തിൽ ആവശ്യമില്ല. മരിച്ചു പോകുമ്പോൾ എൻ്റെ ഖബറിലേക്ക് ഞാൻ മാത്രമാണ്. ഇത് ഗൗരവത്തിൽ ചിന്തിക്കണം. മുറ്റി ഇരുൾ അക്കബറിൽ അടങ്ങും നാൾ മൂഫർ ബദീരീങ്ങൾ കാവലിലേക്കല്ലാ. നമ്മുടെ പഴമക്കാർക്കൊക്കെ വലിയ ചിന്തയായിരുന്നു, ഖബറിനെ കുറിച്ചായിരുന്നു ചിന്ത. ആ മുറ്റി ഇരുൾ ഖബറിലേക്ക് പടച്ചോനെ ഒറ്റയ്ക്ക് പോണ സമയത്ത് ഞാനൊക്കെ ബദരീങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ്. കൂട്ടത്തിൽപ്പെട്ട ആ ബദരീങ്ങളെ പിൻബലം കിട്ടുമോ, മദത് കിട്ടുമോ, മൗനത്ത് കിട്ടുമോ, ഇതൊക്കെയാണ് ഒരു പ്രാർത്ഥനകൾ. ഗൗരവമുള്ള വിഷയമാണ് മരണം, അപ്പുറത്ത് രക്ഷപ്പെടൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ദീനിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ്? മദ്ഹബ് മാറിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ ഷാഫി മദ്ഹബിൽ ഉറച്ചു നിൽക്കണം, യാതൊരു താല്പര്യവും ഇസ്ലാമിലില്ല. ഷാഫിയാകാം, ഹനഫിയാകാം, ഹംബലിയാകാം, മാലിക്കിയാകാം, ഒരു തർക്കമല്ല. ഇന്ന് ഷാഫി, നാളെ ഹനഫി, അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. ഈ മതപരമായ നിയമങ്ങൾ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മദ്ഹബുകൾ എങ്ങനെയും മാറി സ്വീകരിക്കാം. പക്ഷെ ഖുർആനും സുന്നത്തിനും ആ സച്ചരിതരായ മുൻഗാമികൾ ക്രോഡീകരിച്ചു വെച്ച, സ്വഹാബത്ത് വിശദീകരിച്ചു കൊടുത്ത വ്യാഖ്യാനങ്ങളനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ സ്വീകരിക്കാതെ സ്വന്തമായി ഖുർആനും സുന്നത്തും മുജാഹിദിന്റെ കുറച്ച് മുമ്പുള്ള ആളുകൾ വഴിതെറ്റിപ്പോയി എന്നുള്ളതിന് പേരിൽ എല്ലാവരും ഇനി ഇപ്പോഴും വഴി തെറ്റണോ? സഹോദരന്മാരെ, നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു നോക്ക്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എന്താണ് ഉദാഹരണം? തറാവിഹ് നിസ്കാരത്തിൻ്റെ കാര്യം. റമദാൻ വരാൻ പോകുക. തറാവിഹ് നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഒന്ന് നിഷ്പക്ഷമായി ഇത്തിരി നേരം ചിന്തിച്ചാൽ എൻ്റെ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് വഴിമാറി ചിന്തിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവിഹ് 8 നിസ്കരിച്ച പണ്ട് കുറേ കാലം സലഫികൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു 11 പറഞ്ഞു. 8, 3, 11 ആദ്യം പറഞ്ഞു. പിന്നെ 11 പറഞ്ഞു. പിന്നെ പറഞ്ഞു തറാവിഹ് എന്ന് പറഞ്ഞ നിസ്കാരം തന്നെയല്ല, വിത്ർ തന്നെയാണ് തറാവിഹ്. അത് റമദാനിലാവുമ്പോൾ 11 എല്ലാവരും പരമാവധി നിസ്കരിച്ചത്. വിത്റിൽ ഏറ്റവും കൂടുതൽ 11. ഒരു റക്അത്ത് തറാവി നിസ്കരിച്ചാലും തറാവിഹ് എന്ന പുതിയ വാദം പറഞ്ഞു. ഇങ്ങനെ മാറി മാറി പറയാം. എന്തോ ഒരു കഷ്ടമാണ്. അള്ളാൻ്റെ ദീനല്ലത്. അള്ളാഹു നിശ്ചയിച്ച് വരച്ച് കാണിച്ചു തന്ന മത നിയമങ്ങൾ ഒരെണ്ണം വെട്ടിമാറ്റാൻ എങ്ങനെ ധൈര്യം വരിക? കുറേ എണ്ണം പോട്ടെ, ഒരെണ്ണം മാറ്റിയിട്ട് നമ്മുടെ വക പരിഷ്കരിച്ചിട്ട് അതല്ല നിയമം ഇങ്ങനെയാണ് എന്ന് പറയാൻ എങ്ങനെ ധൈര്യം വരും? ആ അള്ളാഹു അല്ലേ നമുക്ക് ജീവൻ തന്നത്? ആ അള്ളാഹു തല്ലേ നമ്മളെ ജീവിപ്പിക്കുന്നത്? ആ അള്ളാഹു അല്ലേ നമുക്ക് റിസ്ക് നൽകുന്നത്? ആ അള്ളാഹു അല്ലേ നമുക്ക് ആഫിയത്ത് നൽകുന്നത്? ആ അള്ളാഹു അല്ലേ ഭൗതികമായ സുഖസൗകര്യങ്ങളൊക്കെ നൽകുന്നത്? എന്നിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ കൈവച്ചുകൊണ്ട് ചിലത് വെട്ടുമാറ്റാനും ചിലത് കൂട്ടിച്ചേർക്കാനും സ്വതന്ത്രമായി വളച്ചൊടുക്കാനും എങ്ങനെ സാധിക്കും സഹോദരന്മാരെ? ബിദഅ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർക്ക്
ഞാൻ നിഷ്പക്ഷമായി വിനയപൂർവ്വം ഉണർത്തുകയാണ് ഈ പറയുന്ന തറാവിഹിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ആദ്യം പറഞ്ഞ നിലപാടാണെങ്കിൽ തറാവിഹ് 20 വേണ്ടെങ്കിൽ തോന്നിയ മാതിരി ചെയ്യുക. കാരണം ഖുർആനും സുന്നത്തും നേർക്കുനേരെ നോക്കി അങ്ങനെ സ്വന്തം വ്യാഖ്യാനിക്കുക. എന്നാൽ പുതിയ നിലപാട് അങ്ങനെയല്ലല്ലോ. ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിൻ്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് സ്വഹാബത്ത് എത്ര റക്അത്ത് നിസ്കരിച്ചു എന്നല്ലേ നോക്കേണ്ടത്. സ്വഹാബത്ത് എത്ര നിസ്കരിച്ചു? വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസിൽ പറയുന്നു, അനിസ്സാഇബ് ഇബ്നു യസീദ് സ്വഹാബി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാനു യഖൂമുന അലാ അഹദി ഉമർ ബിൻ ഖത്താബ്, അവർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തറാവീഹ് നിസ്കരിച്ചിരുന്നു. ഫീ ഷഹ്ർ റമദാൻ, റമദാൻ മാസത്തിൽ 20 റക്അത്ത് 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ബൈഹഖി. എന്നിട്ട് ഞാനല്ല പറയുന്നത്, സുന്നികളെ കിതാബിലല്ല പറയുന്നത്, ഈ പറഞ്ഞു കേട്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഇതിന്റെ സനദ് സ്വഹീഹാണെന്ന്. ആ ഹദീസ് ദുർബലാണെങ്കിൽ ആ പറയും ഹദീസ് ദുർബലാണ്, പറ്റൂല, അങ്ങോട്ട് തള്ളണം ഇങ്ങോട്ട് തള്ളണം. എന്നാൽ ഇവർ എഴുതി വെച്ചതാണ് ഈ ഹദീസിന്റെ സനദ് സ്വഹീഹാണെന്ന്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുലാസയിൽ പറഞ്ഞിട്ടുള്ളതായി മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ല പറയുന്നുണ്ട്. അൽ മുർഷിദ് പുസ്തകം 1 പേജ് നമ്പർ 384. നോക്ക് നിങ്ങൾ, ഈ ഹദീസിന്റെ സനദ് സ്വഹീഹ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിലെ മസ്ജിദ് നബവിയിൽ തറാവീഹ് 20 റക്അത്താണെന്ന് ആധികാരികമായി ഖണ്ഡിതമായി നിസ്കരിച്ച് സ്വഹാബത്ത്. അങ്ങനെ ഉമർദാൻ ഒറ്റക്കല്ല നിസ്കരിക്കുക, അന്നത്തെ സ്വഹാബികൾ ഒരുമിച്ചാണ് നിസ്കരിക്കുക. അവർ 20 റക്അത്താണ് നിസ്കരിച്ച് സ്ഥിരപ്പെടുകയും അന്ന് തൊട്ട് ഇന്നോളം 20 റക്അത്ത് നിസ്കരിച്ചവരെന്ന് നമുക്ക് നേർക്കുനേരെ നോക്കിക്കാണാൻ സാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ നിലപാടനുസരിച്ച് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തിരുത്തേണ്ടതില്ലേ? നിഷ്പക്ഷമായി പറയൂ, ഇതിന് മറുപടി പറയാമല്ലോ. ജീവിതത്തിൽ മാറ്റം വരുത്തുക. നിങ്ങൾ സംഘടന തടസ്സമാണെങ്കിൽ നിങ്ങൾ സംഘടനയോട് പറയേണ്ട, നിങ്ങൾ സ്വകാര്യ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കോ. സംഘടനയുടെ വഴിക്ക് ഈ സംഘടന നാളെ രക്ഷിക്കാൻ നിങ്ങൾ വരില്ല. നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഇത്ര കൃത്യമായി സുവ്യക്തമായി കേരളത്തിൽ സമസ്ത കേരള ജമ്മുത്രമ നിങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ അത് ചിന്തിക്കാനും അത് ശരിയാണെങ്കിൽ ഉൾക്കൊള്ളാനുള്ള ബാധ്യത നിങ്ങൾക്ക് ദീനാണിത്. ദീൻ അമാനത്താണ്. അതാണ് ഈ ക്യാമ്പയിൻ്റെ ഹെഡിങ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസപൂർവ്വം നമുക്ക് ഏൽപ്പിച്ച് കൈമാറിപ്പോകുന്ന കാര്യം അത് സമൂഹത്തിന് കൈമാറുമ്പോൾ ആർക്കും നമുക്ക് നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തി ശരിയാണ്, തെളിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇത് പ്രശ്നം സീരിയസാ, വളരെ ഗൗരവതരാ. ഇതല്ലേ സത്യം? ഈ സത്യം ഇങ്ങനെ നിലനിൽക്കെ ഇങ്ങനെ ഓരോ കാര്യം ഞാൻ എണ്ണി പറയുന്നില്ല. ഓരോ കാര്യം നമ്മൾ തർക്കത്തിലിരിക്കുന്ന ഓരോ ചില്ലി മസാലകളും ഗൗരവമുള്ള മസാലകളും ഒക്കെ എവിടെ നിൽക്കുന്നോ? സ്വഹാബത്ത്, താബിഴികൾ, ആ ഉത്തമ തലമുറകൾ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ച് എന്ത് പറഞ്ഞോ അതാണ് മദ്ഹബിന്റെ കിതാബുകളുള്ളത്. അത് സ്വീകരിക്കാമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമുക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാനുള്ള സരണി വഴിയൊരുങ്ങി. ഇത് തീർച്ചയാണ്, സുവ്യക്തമാണ്. ഇതാണ് കർമ്മപരമായ കാര്യങ്ങളുടെ അവസ്ഥാവിശേഷം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ തർക്കത്തിലെ പ്രശ്നം തൗഹീദിന്റെ വിഷയമാണ്. തൗഹീദിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ സുന്നികൾ തൗഹീദ് വളരെ സുന്ദരമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് പുതിയ തൗഹീദല്ല. അത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കൾ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ച് കൈമാറിപ്പോൻ തൗഹീദാ. അഖീദയിൽ മാറ്റല്ല. ശരീഅത്തിൽ നബിമാർക്കിടയിൽ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റമില്ലാതെ മുന്നോട്ട് പോയ ഒരു നിയമമാണ് വിശ്വാസപരമായ കാര്യങ്ങൾ. അതങ്ങനെ തന്നെ ചേഞ്ച് ഇല്ല തൗഹീദ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, നിങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സന്ദേശം നൽകിയിട്ടല്ലാതെ ലാ ഇലാഹ ഇല്ലാന, ഞാനല്ലാതെ ഇലാഹ ഇല്ല, ഫഅബ്ദൂൻ, ഇബാദത്ത് എനിക്ക് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. വളരെ കൃത്യമാണ് തൗഹീദിന്റെ ആയത്ത്, തൗഹീദിന്റെ വചനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാ കലിമത്ത് തൗഹീദ്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനേ ഇല്ല എന്ന്. ഇത് സുന്നികൾ സുന്ദരമായി പഠിപ്പിച്ചിട്ടുണ്ട്. പൂർവ്വകാലത്ത് മുതൽ പഠിപ്പിച്ച് മാറ്റമില്ലാതെ പഠിപ്പിച്ചു പോരുന്ന രീതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുജാഹിദും ജമാഅത്തും പറഞ്ഞ അർത്ഥമൊക്കെ കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ തന്നെ പോയില്ല കാര്യം. അടിസ്ഥാനം ഈമാൻ നേരെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് അംഗീകരിക്കണ്ടേ? ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അയാൾ ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് തൗഹീദാണ്. ഏകവചനം പഠിപ്പിക്കണ, തൗഹീദിന്റെ വചനം പഠിപ്പിക്കല. അഷ്ഹദു
നിങ്ങൾ കണ്ടില്ലേ, ലോകത്ത് പുതുമുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് ബ്രിട്ടനിലും അതുപോലുള്ള പാശ്ചാത്യ നാടുകൾ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ആളുകൾ അഭ്യസ്തവിദ്യരാളെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയായി. പുതിയ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇസ്ലാമിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ നിർബന്ധിതമാകുമ്പോൾ ഇത് സുന്ദരമായ വ്യവസ്ഥ മനസ്സിലാക്കി ആളുകൾ ഇസ്ലാമിക്ക് ഇങ്ങനെ വരിക. ഓരോരുത്തരും കെലിമ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അവിടെ ഇമാമാർ കെലിമ ചൊല്ലിക്കൊടുക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അർത്ഥം ചൊല്ലിക്കൊടുക്കുക, അഷ്ഹദു ഞാൻ സാക്ഷി, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനേ ഇല്ല എന്ന്, വഅഷ്ഹദു ഞാൻ സാക്ഷി, വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദ് നബിയാണ് നിശ്ചയം അള്ളാഹുവിൻ്റെ ദൂതൻ, അള്ളാഹിൻ്റെ സന്ദേശവാഹകനാണ് മുഹമ്മദ് നബി. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ച് പ്രഖ്യാപിച്ച ആൾ മുസ്ലിമായി. അതിൻ്റെ ഫസ്റ്റ് വാചകം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ ഇബാദത്തിന് അർഹനില്ല. അത് നേർക്കുനേരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ്റെ കാര്യം എന്തായിരിക്കും? നമ്മൾ കുറേ നിസ്കരിച്ചിട്ട്, കുറേ നോമ്പെടുത്തിട്ട്, കുറേ സക്കാത്ത് കൊടുത്തിട്ട്, ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ട് നല്ല മുജാഹിദ് പ്രവർത്തകന്മാരുണ്ട്. പക്ഷേ എൻ്റെ ഈമാൻ നേരെയായിട്ടില്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അർത്ഥം, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാം പറയുന്ന അർത്ഥം, അങ്ങനെ ഒരു അർത്ഥം ഖുർആനിലോ ഹദീസിലോ ഈ പറയുന്ന സച്ചരിതരായ മുൻഗാമികൾ പറഞ്ഞതായോ ഏതെങ്കിലും ഇമാമികൾ പറഞ്ഞതായോ പൂർവികനായ ഒരു പണ്ഡിതനെ പറഞ്ഞതായിട്ടോ ഒരു തെളിവുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പരിശോധിച്ചാണ് പറയുന്നത്. അങ്ങനെ കണ്ടിട്ടില്ല. കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ സുന്നികളെ മുശ്രിക്കാക്കി ചിത്രീകരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു കൃത്രിമമായ അർത്ഥം. എന്താ അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ സാക്ഷി, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുജാഹിദിന്റെ അർത്ഥം മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ ഇല്ലേ ഇല്ല ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ. നമുക്ക് തോന്നും ശരി തന്നെയല്ലേ, കുഴപ്പമില്ലല്ലോ, മറഞ്ഞ വഴിക്കന്നെ അള്ളാഹു ഉപകാരം ചെയ്യുന്നത്, മറഞ്ഞ വഴിക്കന്നല്ലേ അള്ളാഹുവിൻ്റെ ഉപദ്രവം ആപത്ത് വരുന്നത്. ആ മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷി വഹിക്കുന്നു. തികഞ്ഞ അബദ്ധമാണത്, ഭീമാബദ്ധമാണത്, ഗുരുതരമായ തെറ്റാണ് ഈ ആശയം. ഈ ആശയം എന്തിനാ പറയണമെന്നറിയോ? ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്. ഇതാരാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ അർത്ഥം വെച്ചതെന്നറിയോ? ഈ 1935 മരിച്ച സയ്യിദ് റഷീദ് റിള എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതനാണെന്ന് അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ മുജാഹിദ് പിളർന്നപ്പോൾ മുജാഹിദിൽ വലിയ വിഭാഗം പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ചാരനായിരുന്നു, മുസ്ലിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടാന്ന് പറയുന്നത് ആ റഷീദ് റിള എന്ന് പറഞ്ഞത്. ഈ അർത്ഥം 1935 100 കൊല്ലമായിട്ടില്ലല്ലോ, ഇത് 2025 90 കൊല്ലം സമസ്ത രൂപീകരിക്കുന്ന ശേഷമാണ് ഈ പുതിയ അർത്ഥം ലോകത്ത് പഠിപ്പിച്ചത്. അതിന് മുമ്പ് ഇങ്ങനെ അർത്ഥമല്ല. ഈ അർത്ഥം പറഞ്ഞാൽ മെച്ച മുജാഹിദ് എന്താണോ? മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒരു അവസരം കിട്ടി, ഹജ്ജിന് പോകാൻ അവസരം കിട്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് എന്ന പുണ്യകർമ്മം ചെയ്യാനുള്ള തൗഫീഖ് നില അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ഭാഗ്യം. അങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ മദീനത്ത് പോകും. ഹജ്ജിൻ്റെ ഭാഗമൊന്നുമില്ല മദീനയിൽ പോകൽ. നമ്മളെ കരളിൻ്റെ കഷ്ടമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗളാ ഷരീഫിന് മുമ്പിൽ ചെന്നിട്ട്, ആ ഹുജറത്തുൻ നബവിയുടെ മുന്നിൽ ചെന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ ഇങ്ങനെ നേർക്കുനേരെ ആ ഖബറിൻ്റെ ഭാഗമായിട്ട് ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിന് നേരെ അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞ കുറച്ച് സലാമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ പറഞ്ഞ് എതിരായി ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിൻ്റെ ഒന്ന് പറയണ്ട, ദോഷം പുറത്തുതരാൻ അള്ളാഹിൻ്റെ റസൂലിനോട് സഹായം തേടി. അള്ളാഹിൻ്റെ റസൂൽ അത് കേട്ടിട്ട് എന്ത് ചെയ്തു? നമുക്ക് പ്രാർത്ഥിച്ചു, നമ്മുടെ കാര്യം നേരെയായി കിട്ടി. ഇപ്പം മറഞ്ഞ വഴിക്ക് അള്ളാഹിൻ്റെ റസൂൽ ഉപകാരം ചെയ്ത്. ഇങ്ങനെ റസൂലുള്ളാഹിക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അവർ മുശ്രിക്കാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കൽ തൗഹീദ്, അതിനെതിരെ പറഞ്ഞാൽ മുശ്രിക്ക്, പറഞ്ഞാൽ വിശ്വസിച്ചാൽ മുശ്രിക്ക്. അങ്ങനെ മഹാത്മാക്കളോട് സഹായം തേടുന്ന, അവരിന്ന് ബറക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അത്തരം മുഅ്മിനീങ്ങളായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ജനകോടികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി കൃത്രിമമായി മുജാഹിദ് പ്രസ്ഥാനം കെട്ടിച്ചമച്ചുണ്ടാക്കിയ അർത്ഥമാണ് മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമെന്നർത്ഥം. ഇത് നിസ്സാര വിഷയമല്ല കേട്ടോ. കലിമത്ത് തൗഹീദിന്റെ അർത്ഥത്തിലാണ് ഈ കൃത്രിമം കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 1935 അന്തരിച്ച സയ്യിദ് റഷീദൊക്കെ മുമ്പ് ചരിത്രത്തിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ അർത്ഥകൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ ആധുനിക കാലത്ത് തുടങ്ങിയ പരിപാടിയാണുള്ളത്. ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരും, സ്വീകരിക്കാം. ഇല്ലല്ലോ. ഒന്ന് നിഷ്പക്ഷമായി ചിന്തിക്കൂ എൻ്റെ മുജാഹിദ് സഹോദരന്മാരെ. ഇത് ഗൗരവമുള്ള വിഷയമല്ലേ, ഈമാൻ്റെ വിഷയമല്ലേ, നമ്മുടെ ആഖിറം രക്ഷപ്പെടേണ്ട വിഷയമല്ലേ. എന്നാൽ ഇങ്ങനെ അർത്ഥം വച്ചാൽ എന്താ പ്രശ്നം? ഇങ്ങനെ അർത്ഥം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കുറേ പ്രശ്നം പേർക്ക് വല്ല മെച്ചുണ്ട്, പ്ലസ് പോയിന്റ് ഉണ്ട്. പക്ഷേ ഒരു 100 ചോദ്യം അങ്ങോട്ടുണ്ട്. അപ്പോൾ പിശാചുകൾക്ക് മറഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ലേ?
ആ പിശാചിനെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം അവൾ കുടുങ്ങി. കാരണം അങ്ങനത്തെ ഹദീസ് ബുഖാരി തന്നെ ഉണ്ട്. ബുഖാരി ഒന്നും തള്ളാൻ പറ്റുമല്ലോ. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി ചൊല്ലൽ സുന്നത്ത. ബുഖാരിൻ്റെ ഹദീസാ. ബിസ്മില്ലാ എന്താ അർത്ഥം? അള്ളാഹുവിൻ്റെ പേരിൽ. ഇന്നി അഊദു ബിക അല്ലാഹു, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിനൽ ഖുബുസി ആൺപിശാചുകളുടെ ഉപദ്രവത്തിൽ നിന്ന്, വൽ ഖബായിസി പെൺപിശാചുകളുടെ ഉപദ്രവത്തിൽ നിന്നും. ഓ, ടോയ്ലറ്റിൽ ആൺപിശാചുകളും പെൺപിശാചുകളും ഉണ്ട്, അവർ ഉപദ്രവിക്കുകയും ചെയ്യും. നമ്മൾ പിശാചിനെ കാണുന്ന പറഞ്ഞ വഴിക്ക് ഉപദ്രവിക്കാൻ കഴിയും. പിശാചിന് വന്നില്ലേ, അപകടമാണല്ലോ. അപ്പം മുജാഹിദിന് വ്യാഖ്യാനം മാറ്റി എഴുതി. അവരുടെ ബുഖാരി പരിഭാഷയിൽ കൊടുത്ത അർത്ഥം, ഇവിടെ ആൺപിശാച്ചുകൾ പെൺപിശാച്ചുകൾ എന്നതിന് ആൺ കൊതുകുകൾ പെൺ കൊതുകുകൾ എന്ന അർത്ഥം വെക്കേണ്ടതാണ്. കാരണം ടോയ്ലറ്റിൽ കൊതുക ഉണ്ടാകുക. കാരണം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ തൽക്കാലം ഇവർ കൊടുക്കണം. അത് കണ്ണും ചിമ്മി ചെയ്യുക ഒരു മൗലവി അങ്ങനെ എഴുതുമ്പോഴേക്ക്. കാരണം മറഞ്ഞ വഴിക്ക് പിശാചിന് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. ജിന്നിനോ ഉപകാരം ചെയ്യാൻ കഴിയും, ഉപദ്രവം ചെയ്യാൻ കഴിയും. എത്രയേ ജിന്നു കൂടി ആൾക്കാരുണ്ട് മറഞ്ഞ വഴിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അത് സ്വീകരിക്കാൻ പറ്റൂല. അതൊക്കെ ജിന്നോ, അതൊക്കെ കാട്ടിലെ ഒരു തരം ആദിവാസികളാണ് ജിന്ന്. അല്ല പ്രത്യേക ജിന്ന് എന്ന വിഭാഗമല്ല. അല്ലെങ്കിൽ ജന്ന എന്ന അറബിയിൽ മറഞ്ഞു എന്നർത്ഥം. ജിന്ന് എന്ന് പറഞ്ഞാൽ മറഞ്ഞ തരം ജീവികൾ എന്ന് പറഞ്ഞാൽ അത് രോഗാണുക്കളൊക്കെ, ജറാസീം എന്ന് പറയുന്ന അറബിയിൽ അതാണ്. അല്ലാത്ത ജിന്ന് എന്ന വർഗ്ഗമല്ല. ഞാൻ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ജിന്നും ഷൈത്താനും ഇല്ല എന്ന് പറയേണ്ടി വന്നു. ആ ഒരു ഉപദ്രവമല്ല. ആ മലക്ക് ഉപകാരം ചെയ്യുന്നത് ഖുർആനിൽ തന്നെയല്ലേ. ബദറിൽ മലക്കുകൾ ഇറങ്ങിയ 5000 മലക്കുകൾ, 3000 മലക്കുകൾ, 1000 മലക്കുകൾ, ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ട്. മലക്കുകളെ സഹായം കിട്ടിയിട്ടുണ്ടല്ലോ, ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പം അതിന് വളച്ചൊടുക്കും, വേറെ വ്യാഖ്യാനം കൊടുക്കും. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇതിൻ്റെ പേരിൽ ആശയപരമായി രണ്ടായി പിളർന്നു. മുജാഹിദ് എങ്ങനെ ഒന്നിപ്പിക്കാൻ നോക്കിയാലും തൗഹീദിൻ്റെ വിഷയത്തിൽ ഒന്നിപ്പിക്കാൻ കഴിയുന്നില്ല. ആദ്യം പിളർന്ന 2 ഗ്രൂപ്പ് KNM മടവൂർ ഗ്രൂപ്പുമാണ്. ഈ KNM മടവൂർ ഗ്രൂപ്പിനെ യോജിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉമറാക്കൽപ്പെട്ട പ്രമുഖന്മാരായ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ കഠിനാധ്വാനം ചെയ്ത് 2 കൂട്ടരെ യോജിപ്പിച്ചു. ഒരു ഐക്യ സമ്മേളനം കോഴിക്കോട് നടത്തി. 2 കൂട്ടർ നമ്മുടെ അടിസ്ഥാനപരമായ തർക്കം എന്താണ്? ഈ മറഞ്ഞ വഴിക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ അള്ളാഹു അല്ലാത്തൊരു കഴിയോ ഇല്ലേന്നാ. കഴിയൂല എന്ന് വരെ തൗഹീദിൻ്റെ അർത്ഥമാണ്. പക്ഷേ മറഞ്ഞ വഴി അല്ല എന്നാണ് വളച്ചൊടുക്കൊരു വിഭാഗം. അതൊക്കെ മറഞ്ഞ വഴിയല്ല, അതൊക്കെ നമുക്ക് തെളിഞ്ഞ വഴി തന്നെയാണ്. അതൊക്കെ ജിന്നും പിശാചും ഇവിടെ ഉള്ളതിനെ നമ്മൾ കാണില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടുക്കും. എന്തായാലും രണ്ടും തർക്കമായിട്ട് എത്രത്തോളം സ്വഹീഹുൽ ബുഖാരിൻ്റെ ഹദീസാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ജൂതനായ ലബീദ് ഇബ്നു അഅസം എന്ത് ചെയ്തു? സിഹിർ ചെയ്തു, ആഭിചാരം ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു. പിന്നെ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്ന് തങ്ങൾക്ക് ആ സിഹിർ ചെയ്ത് എവിടെയെന്ന് കാണിച്ചു കൊടുത്തു. അതെടുത്തു മാറ്റി തങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 2 സൂറത്ത് ഇറങ്ങിയതൊക്കെ സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെ ഹദീസിൻ്റെ കിതാബുകളുണ്ട്. മുജാഹിദ് പ്രസ്ഥാന ഗ്രൂപ്പ് നിഷേധിച്ചു. കാരണം മറഞ്ഞ വഴിക്ക് പിശാചാണല്ലോ ഗൂഢോത്രത്തിൻ്റെ ആൾക്കാർ. പിശാചിനെ ഉപയോഗിച്ച് കാണാൻ ഈ മാരണം സിഹിർ ചെയ്യുന്നത്. പിശാചിന് മറഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഐക്യ സമ്മേളനം നടത്തിയപ്പോൾ സമ്മേളനം തൊട്ടടുത്ത മാസം 2 കൂട്ടരും വെവ്വേറെ എഴുതി. സിഹിർ, അങ്ങനെ പിശാച് മുഖേന സിഹിറിലൂടെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നൊരു വിഭാഗം, അങ്ങനെ കഴിയുന്ന വിശ്വസിച്ചാൽ ഷിർക്കാവുന്നൊരു വിഭാഗം, അല്ല കഴിയുന്ന വിശ്വസിക്കലാണ് യഥാർത്ഥ ദീൻ എന്ന് മറ്റൊരു വിഭാഗം. 2 പരസ്പരം വീണ്ടും തൗഹീദിൽ ഭിന്നിച്ചു. 2 അവരുടെ മാസികളും വാരികളും എഴുതി വച്ചിട്ടുണ്ട്, പച്ചയായി എഴുതി വച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാൻ ഈ സമയം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദിൻ്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തെറ്റുപറ്റി എന്ന കാര്യം തീർച്ച എന്ന് ഇതിൽ പരം തെളിവേണ്ടത്. ഇന്നും അതിൻ്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദിൻ്റെ ആനുകാലികൾ എടുത്ത് വായിച്ചു നോക്കി, അവർ പ്രസംഗങ്ങൾ കേട്ട് നോക്കി, യൂട്യൂബിലെ പ്രസംഗങ്ങൾ കേട്ട് നോക്കി. മുഴുവൻ പറയുന്നത് ഈ ജിന്നും പിശാച്ചും മറഞ്ഞ വഴിക്ക് അവർക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ലേ, ഇതാണ് തർക്കം. കഴിയുന്നു വിശ്വസിച്ചാൽ ഷിർക്കായി എന്നൊരു വിഭാഗം, കഴിയുന്നു വിശ്വസിച്ചാൽ ഷിർക്കാവൂല എന്ന ഒരു വിഭാഗം തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ തൗഹീദിൻ്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാചകത്തിൻ്റെ അർത്ഥം പോലും കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക? ഒരു ഉറപ്പ് വേണ്ടേ? മാറ്റി മറിച്ച് പറയാൻ പറ്റുമോ? ഞാൻ വിശദാംശങ്ങളിൽ കടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. വഴി തെറ്റിപ്പോയാൽ ഈ സത്യം പറഞ്ഞ അപ്പത്തെ അവസ്ഥ എന്താ വെച്ചാൽ തൗഹീദിൽ ഏതായാലും മുജാഹിദിന് തെറ്റുപറ്റി അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മസ്അലപരമായ കാര്യങ്ങൾ ഖുർആനും സുന്നത്തും നേർക്കുന്നേരെ പോരാ, അത് സ്വഹാബത്തും സലഫ് സ്വാലിഹീങ്ങൾ കൊടുത്ത വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കാവുന്ന അവർ തർക്കമുണ്ടായപ്പോൾ തീരുമാനം എഴുതി വെച്ചിട്ടുണ്ട്. ഇതന്നല്ല സുന്നി പറഞ്ഞത്. സുന്നിൻ്റെ തൗഹീദ് ഓക്കെ, സുന്നിൻ്റെ മസ്അലപരമായ നിലപാടുകൾ ഓക്കെ, ഇതല്ലേ സുന്നത്തെ. സത്യത്തിൽ പറഞ്ഞ സുന്നി മുജാഹിദ് തമ്മിൽ എന്താ തർക്കം? ഒരേ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഈ 2 തൗഹീദിൻ്റെ വിഷയത്തിൽ തർക്കം ഉണ്ടായിരുന്നു. മസ്അലകൾ ഖുർആൻ ഹദീസ് നേരിട്ട് സ്വീകരിക്കപ്പെടില്ലേ എന്നുള്ള തർക്കം ഉണ്ടായിരുന്നു. 2 തീരുമാനമായി. ഇപ്പോൾ നമ്മൾ 2 കൂട്ടം നമ്മൾ തർക്കം എന്താ? ഒന്നുമില്ല.
പണ്ടൊരു കുട്ടി ക്ലാസ്സിലെ അധ്യാപകനോട് ചോദിച്ചു, സാറേ മൽ ഫർഖു ബൈനൽ ഇൻസാനി വശൈത്താൻ. ഒരു മുജാഹിദ് അധ്യാപകനാ തോന്നുന്നുണ്ട്, സ്കൂൾ അറബി മാഷായിരിക്കും. എന്താണ് ഈ ഷെയ്ത്താൻ്റെയും ഇൻസാൻ്റെ ഇടയിൽ ഭിന്നിപ്പ് ബത്തർക്ക് പ്രശ്നം വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ട് സാധനം ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഒന്ന് ഷെയ്ത്താൻ, മറ്റൊന്ന് ഇൻസാൻ എന്ന മനുഷ്യൻ. സാറിന് പെട്ടെന്നൊരു മറുപടി വരാൻ സാറിനും കിട്ടി. രണ്ട് പരസ്പര വിരുദ്ധമെന്നറിയാം. തൽക്കാലം കുട്ടിയെ ഒന്ന് ഒതുക്കാൻ വേണ്ടി സാറ് പറഞ്ഞു, എടാ ഇൻസാൻ നേരെ ഇൻസാൻ്റെ കാല് പടിഞ്ഞാട്ടായിരിക്കും, ഷെയ്ത്താൻ്റെ കാല് നേരെ കിഴക്കോട്ടായിരിക്കും. കുട്ടികൾ ബുദ്ധിയുള്ള കുട്ടികൾ പിന്നെന്താ സാറേ വ്യത്യാസം നോക്കൂ. എടാ ഷെയ്ത്താൻ്റെ മുഖം നേരെ കിഴക്കോട്ടായിരിക്കും, ഇൻസാൻ്റെ മുഖം നേരെ പടിഞ്ഞാട്ടായിരിക്കും എന്ന്. പിന്നെന്താ സാറേ പ്രശ്നം നോക്കൂ. എടാ ഇൻസാൻ്റെ നെഞ്ച് നേരെ പടിഞ്ഞാട്ടായിരിക്കും, ഷെയ്ത്താൻ്റെ നെഞ്ച് നേരെ കിഴക്കോട്ടായിരിക്കും. പിന്നെന്താ സാറേ വ്യത്യാസം? ഒക്കെ ഇങ്ങനെ തന്നെ. ഇൻസാൻ്റെ നേരെ പടിഞ്ഞാട്ട്, ഷെയ്ത്താൻ്റെ നേരെ കിഴക്കോട്ട്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, അങ്ങനെ സാറേ ഈ ഷെയ്ത്താൻ ഇങ്ങോട്ട് തിരിഞ്ഞെന്നാൽ പോലെ എന്നാൽ ഇൻസാനാവില്ലേ ചോദിച്ചു. സത്യമാണ് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ മുജാഹിദ് ശരിക്കും അവരെടുത്ത തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാകണമെങ്കിൽ മുജാഹിദ് ഒന്നും തിരിഞ്ഞെന്നാൽ മതി, എന്നാൽ ശൂന്യമാകാൻ പറ്റും. നിഷ്പക്ഷമായി ചിന്തിക്കുക, വിലയിരുത്തുക, സത്യം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന ആദർശ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാനും ദയാനിധിയായ റബ്ബ് നമുക്കും നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ SKS പ്രവർത്തകന്മാർക്കും നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാ സഹോദരങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സ്വാലിഹീങ്ങൾ, ഇന്നലകളിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു പോയ മരിച്ചുപോയ നല്ലവരായ ആളുകൾ, പ്രത്യേകിച്ചും മഹല്ല്, മദ്രസ, പള്ളി ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നല്ലവരായ ഉമറാക്കൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും ജീവിച്ചിരിക്കുന്നവർക്ക് കർമ്മനിരതരായ ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് മാർഗ്ഗം പ്രവർത്തിക്കാനും ദയാനിധിയായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആദർശം അമാനത്താണെന്ന മഹിതമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച്